വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ CPM വാദം പൊളിയുന്നു. 5500 കോടി നൽകിയെന്ന ഇടത് നേതാക്കന്മാരുടെ വാദം പൊളിച്ച രേഖകൾ. സംസ്ഥാന സർക്കാർ നൽകിയ വിവരം 3754.54 കോടി രൂപയെന്ന് നിയമസഭാ രേഖ. ഒന്നാം ഘട്ടത്തിനായി അദാനി ഗ്രൂപ്പ് 20,084 കോടി രൂപ മുടക്കിയെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ വിവാദം കൊഴുക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതിയിൽ കൂടുതൽ ഫണ്ട് നൽകിയത് ഇടത് സർക്കാർ കാലത്താണെന്ന വിവാദം CPM-ന് തന്നെ തിരിച്ചടിയാകുകയാണ്. 5500 കോടി രൂപ നൽകിയെന്ന ഇടത് നേതാക്കന്മാരുടെ വാദം പൊളിക്കുന്ന രേഖകൾ പുറത്തുവന്നു. സംസ്ഥാന സർക്കാർ നൽകിയത് 3764.54 കോടി രൂപയാണെന്ന് നിയമസഭാ രേഖ തന്നെ വ്യക്തമാക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീശനാണ് രേഖാമൂലം കണക്കുകൾ നിയമസഭയിൽ നൽകിയത്. ഒന്നാം ഘട്ടത്തിനായി അദാനി ഗ്രൂപ്പ് 2454 കോടി രൂപ മുടക്കിയെന്നും മുഖ്യമന്ത്രിയുടെ മറുപടിയിലുണ്ട്. അതേസമയം വിഴിഞ്ഞത്തിന് സർക്കാർ നൽകിയ തുക സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് മുൻ തുറമുഖ മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. ഇത് ഒരുപക്ഷെ എടുത്ത കണക്കിൽ എവിടെയോ പിശക് സംഭവിച്ചതായിരിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എന്തായിരുന്നാലും ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ നമ്മൾ കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായി അതിൻ്റെ കണക്കുകളെല്ലാം വിശദീകരിച്ചിരുന്നതാണ്. എന്താണെന്ന് അങ്ങനെ സംഭവിച്ചത് എന്താണെന്ന് അവർ തന്നെയാണ് പരിശോധിക്കേണ്ടത്. ഞങ്ങൾ നേരത്തെ ഇത് പറഞ്ഞിട്ടുള്ളതെല്ലാം അതിൻ്റെ ഫാക്റ്റ് ആൻഡ് ഫിഗർ വെച്ചുകൊണ്ട് അതിൻ്റെ കണക്കുകൾ ഓരോന്നായി ആദ്യം വാർത്താ സമ്മേളനത്തിനും പിന്നീട് ഉദ്ഘാടന സമ്മേളനത്തിനും ട്രയൽ റൺ എടുക്കുമ്പോഴും കൃത്യമായി ഓരോ കണക്കുകളും ഞങ്ങളൊന്ന് നിങ്ങളെല്ലാം ചോദിച്ച ചോദ്യത്തിന് തെളിവ് സഹിതം അന്ന് ഹാജരാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് അദാനിക്കും തർക്കം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ വിശദീകരിച്ചതിനകത്തൊന്നും തർക്കം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ ഫിഗറും അത് തന്നെയാണ്. ഇപ്പോൾ ഇതെങ്ങനെയാണ് വന്നിട്ടുള്ള കാര്യം എവിടെയാണ് പെശകെന്ന് അവർ പരിശോധിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പദ്ധതി നടപ്പിലാക്കാൻ കാരണമായത് കേന്ദ്ര ഇടപെടലെന്നിരിക്കെ പ്രസ്താവന ഇറക്കി രാഷ്ട്രീയം കളിക്കുകയാണ് ഇടതുപക്ഷം. യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കെ CPM തെറ്റായ പ്രചാരണം നടത്തുന്നു. ഇതിലൂടെ CPM-ന്റെ രാഷ്ട്രീയ കളി പുറത്താവുകയാണ്. ആദ്യഘട്ടത്തിൽ പദ്ധതി മുടക്കാൻ ശ്രമിച്ചവർ പിന്നീട് പദ്ധതിക്ക് തുരങ്കം വെച്ചതിന് പിന്നാലെയാണ് ഭരണം മാറിയപ്പോൾ പദ്ധതിയെയും അദാനിയെയും വിമർശിക്കുന്നത്. ജനം, തിരുവനന്തപുരം.